ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റംഷാദ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. RRB പരീക്ഷകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ SSC പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും തുടർച്ചയായി കാണാൻ ശ്രമിക്കുക. കാരണം എക്സാം വരുമ്പോഴേക്കും നമുക്ക് എല്ലാ പാർട്ടും ക്ലിയർ ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കഴിഞ്ഞ കാലങ്ങളിൽ SSC എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. തീർച്ചയായും ഇത്തരം ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും ഇനി വരുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കോഴ്സ് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അതുപോലെ തന്നെ എല്ലാ ദിവസവും 8 മണിക്കായിരിക്കും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഫ്രീ ആയിട്ട് കാണാൻ നോക്കുക. അതുപോലെ തന്നെ അതിൽ പറയുന്ന വർക്കൗട്ട് ചെയ്യാൻ തരുന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്ത് അതിന് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിറ്റേ വീഡിയോസിൽ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസിൽ ഞാൻ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇനി വരുന്ന എക്സാമുകളിലൊക്കെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ ഞാൻ PDF അപ്ലോഡ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഗ്രൂപ്പ് Dയിൽ ചോദിച്ചതും അതുപോലെ SSC റീസണിങ്ങിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് അടങ്ങിയിരിക്കുന്ന PDF ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ടെലഗ്രാമിൽ A to Z Tips എന്ന ടെലഗ്രാമിലും ജോയിൻ ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മൾ 2-3 ദിവസം കൂടുമ്പോൾ മോക്ക് ടെസ്റ്റ്, ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതാണ്. അതും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വിലയിരുത്താനും അവസരം ലഭിക്കുന്നതാണ്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ₹500 വാസ് ഇൻവെസ്റ്റഡ്. കഴിഞ്ഞ വീഡിയോയിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ ഫുള്ള് ക്വസ്റ്റ്യൻസും കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇവിടെ ഒരു ഐച്ചിഹ്നം കാണാം, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ പ്ലേലിസ്റ്റും ലഭിക്കുന്നതാണ്. പ്ലേലിസ്റ്റിൽ NTPC, RRB NTPC or SSC എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഫോളോ ചെയ്ത എല്ലാ വീഡിയോസും അതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ₹500 വാസ് ഇൻവെസ്റ്റഡ് അറ്റ് 12% per annum simple interest and a certain sum of money invested at 10% per annum simple interest. If the sum of the interest on both the sum after 4 years is ₹480, the latter sum of money. ഞാൻ ₹500 ഇൻവെസ്റ്റ് ചെയ്തു. 12% നിരക്കിൽ 4 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അതിനുശേഷം കുറച്ച് എമൗണ്ട്, ആ എമൗണ്ട് നമുക്ക് കാണേണ്ടത് 10% നിരക്കിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു 4 വർഷത്തേക്ക്. എനിക്ക് 4 വർഷം കഴിഞ്ഞ് ₹480 തിരിച്ച് കിട്ടിയെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, രണ്ടാമത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയായിരിക്കുമെന്നാണ് ചോദ്യം. സിമ്പിളാണ്, നമുക്കറിയാം. PNR/100 ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ. അത് ഇക്വേഷൻ ഉപയോഗിക്കണം. നമുക്ക് സാധാരണയായി സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാൻ ഇക്വേഷൻ ഉപയോഗിക്കുന്നുണ്ടാവില്ല. കാരണം എന്താണ്, എല്ലാ വർഷവും സെയിം ഇൻട്രസ്റ്റ് നിരക്കാണ്. അതുകൊണ്ട് ഇൻട്രസ്റ്റ് നിരക്ക് എത്ര 2 വർഷത്തേക്കാണെങ്കിൽ ഡബിൾ ചെയ്യുക, 3 വർഷത്തേക്കാണെങ്കിൽ 3 × അതിൻ്റെ റേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓർത്തിരിക്കുക, PNR/100 ആണ് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ. SI കാണാനുള്ള ഇക്വേഷൻ PNR/100 ആണ്. ഇവിടെ പറഞ്ഞു ₹500 ഞാൻ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ 4 വർഷത്തേക്ക് എനിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയായിരിക്കും? 4 വർഷത്തേക്ക് എനിക്ക് ₹500 ഞാൻ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ എനിക്ക് ലഭിക്കുന്ന പലിശ എത്രയായിരിക്കുമെന്ന് ആദ്യം കാണാം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക? P എന്ന് പറഞ്ഞത് 500 ആണ്, വർഷം എന്ന് പറയുന്നത് 4 ആണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12/100 അങ്ങനെയല്ലേ ചെയ്യുക. അപ്പോൾ 2 0 കട്ട് ചെയ്യാം. 5 × 4 എത്രയാണ്? 20. 20 × 12, 20 × 10 എത്ര? 200. 200ൻ്റെ കൂടെ 2 20 കൂട്ട് 40, 240. അപ്പോൾ എനിക്ക് 4 വർഷത്തേക്ക് ₹500 നിക്ഷേപിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ₹240 ഇവിടെ എനിക്ക് ടോട്ടൽ എത്ര എമൗണ്ടാണ് ഇൻട്രസ്റ്റ് കിട്ടിയത്? 4 വർഷം കഴിഞ്ഞപ്പോൾ ₹480 എനിക്ക് ടോട്ടലായിട്ട് ഇൻട്രസ്റ്റ് കിട്ടിയത്. ബാക്കി എത്രയാണ് അവിടെ ഇൻട്രസ്റ്റ് ഉള്ളത്? എനിക്ക് ₹480 കിട്ടി. അതിൽ ₹240 ഞാൻ ₹500 നിക്ഷേപിച്ചപ്പോൾ കിട്ടിയതാണ്. ബാക്കി 240 ഉണ്ട്. ആ 240 എനിക്ക് കിട്ടിയത് ഞാൻ രണ്ടാമത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനാണ് കിട്ടിയത്. അത് എത്ര ശതമാനമാണ്? 10% നിരക്കിലാണ് ഞാൻ നിക്ഷേപിച്ചത്. 10% നിരക്കിൽ 4 വർഷത്തേക്ക് എനിക്ക് 240 കിട്ടിയെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയായിരിക്കും? എനിക്ക് 4 വർഷത്തേക്ക് നമ്മുടെ പലിശ കണക്കാക്കിയാൽ മതി. എത്രയാണ് 4 വർഷത്തേക്ക് പലിശ? ഒരു വർഷത്തേക്ക് 10% ആകുമ്പോൾ 4 വർഷത്തേക്ക് പലിശ എത്ര ഉണ്ടാകുക? 10 × 4 40% എനിക്ക് പലിശ കിട്ടിയിട്ടുണ്ടാകുക.
ആ 40% ഇവിടെ 240 എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ 1% ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പ്രിൻസിപ്പളിൻ്റെ 1% കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ 240നെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന എനിക്ക് 1% കിട്ടും. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 100% കിട്ടും. അപ്പോൾ എനിക്ക് എമൗണ്ട് കാണാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുക, 240 ഹരിക്കണം 40 × 100 ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ PNR ഡിവൈഡ് ബൈ 100 ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഇവിടെ ഒന്നിൽ PNR കണ്ടു, മറ്റേതിൽ PNR ഇല്ലാതെ എങ്ങനെ കാണാമെന്നാണ് പറഞ്ഞത്. 24 എത്ര 4 പ്രാവശ്യമാണ്, 20 എത്ര 5, 24 6 6 × 100 എത്ര, ഞാൻ രണ്ടാമത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണ് 600. 600 രൂപയാണ് രണ്ടാമത് നിക്ഷേപിച്ചത്. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി വെക്കുക, പറയുന്ന ഓരോ പോയിന്റും എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, A lent ₹5,000 to B for 2 years and 3,000 to C 4 years on simple interest at the same rate of interest and received 2,200 in all from both as interest. The rate of interest per annum. ഞാൻ എന്ത് ചെയ്തു, 5,000 രൂപ ബിക്ക് 2 വർഷത്തേക്ക് കടം കൊടുത്തു. അതിനുശേഷം 3,000 രൂപ സിക്കും 4 വർഷത്തേക്ക് കടം കൊടുത്തു. എനിക്ക് രണ്ടാളും കൂടിയും സെയിം ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കൊടുത്തത്. എനിക്ക് രണ്ടാളും കൂടിയും 2,200 രൂപ ഈ വർഷാവസാനം കൊണ്ടുവന്നത്. രണ്ടാളും ഒരുമിച്ചാണ് കൊണ്ടുവന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ കൊടുത്ത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ചോദ്യം. സിമ്പിളാണ് ക്വസ്റ്റ്യൻസ്. നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ നേരത്തെ ഇതുപോലത്തെ കഴിഞ്ഞ വീഡിയോ ഒന്നും ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തായി അത് ചെയ്ത് പരിചയം ഉണ്ടാവും. ഇനി അറിയാം അത് ചെയ്ത് മനസ്സിലായിട്ടില്ലാത്തവർ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ മാത്രം ഇത്തരം ക്വസ്റ്റ്യൻ നമുക്ക് ക്ലിയർ ആവും. ചെയ്ത് പഠിക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇവിടെ നോക്കുക, നമ്മൾ പറഞ്ഞു PNR ഡിവൈഡ് ബൈ 100 ആണ് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ കൂട്ടുപലിശനെ പറ്റി പറയുകയാണെങ്കിൽ റേഷ്യോ മെത്തേഡ് ആർക്കും അറിയില്ലെങ്കിൽ റേഷ്യോ മെത്തേഡിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് കാണുക. PNR ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞു. ഒന്നാമത്തെ ആൾക്ക് കൊടുത്തത് P എന്ന് പറഞ്ഞാൽ 5,000 രൂപയാണ്. ഇൻറ്റു എത്ര വർഷത്തേക്കാണ്, 2 വർഷത്തേക്കാണ് ഞാൻ കൊടുത്തത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് 6 എന്ന് കൊടുക്കുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ സൂചിപ്പിക്കുന്നതാണ് 6 ഹരിക്കണം 100 പ്ലസ് എന്ത് ചെയ്യുക, രണ്ടാമത് കൊടുത്ത സിക്ക് കൊടുത്തത് എത്രയാണ്, 3,000 രൂപയാണ്. എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടില്ല, നമ്പർ ഓഫ് ഇയേഴ്സ് 4 വർഷത്തേക്കാണ്. ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടില്ല 100. അതാണ് നമുക്കിത് കിട്ടിയ ടോട്ടൽ എമൗണ്ട് 2,200 എന്ന് പറയുന്ന എമൗണ്ട്. നമുക്കിത് ചെയ്തൂടെ, 2 0 ഞാൻ കട്ട് ചെയ്തു, ഇവിടെ 2 0 കട്ട് ചെയ്തു. 50 × 2 100, 100 × 6 100 കിട്ടി എനിക്ക്. പ്ലസ് 30 × 4 3 × 4 12, 12 കൂടെ ഒരു 0 കൂട്ടും 126. അതാണ് 2,200 എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂട്ടിയാൽ എനിക്ക് എത്ര കിട്ടുന്നത്, 100ഉം 120ഉം 220. 220 6 2,200. അങ്ങനെയെങ്കിൽ 6 എത്രയായിരിക്കും, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയായിരിക്കും, 2,200 ആയിരിക്കണം. 220 എല്ലാം 0 കട്ട് ചെയ്ത് 220 എത്ര 22 വരുന്നത്, 10%, 10% നിരക്കിലാണ് ഞാൻ 2 പേർക്കും കടം കൊടുത്തത്. അതുകൊണ്ടാണ് അവർ എനിക്ക് ലാസ്റ്റ് 2,200 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് തന്നത്. അതുകൊണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് നോക്കുക. ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ചെയ്തിരുന്നു. A lent 2,500 to B and a certain sum to C at the same time at 7% annual simple interest. If after 4 years A altogether receive ₹1,120 as interest from B and C, the sum lent to C is. A എന്ത് ചെയ്തു, 2,500 രൂപ ബിക്ക് കൊടുത്തു. കുറച്ച് എമൗണ്ട്, ആ എമൗണ്ട് നമുക്ക് തന്നിട്ടില്ല, അത് സിക്കും കൊടുത്തു. 7% പലിശ നിരക്കിലാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ്, സെയിം ടൈമാണ്, സെയിം ഇൻട്രസ്റ്റ് നിരക്കാണ്. നോക്കാം, ആഫ്റ്റർ 4 years 4 വർഷത്തേക്കാണ് കൊടുത്തത്. അവർ 2 പേരും കൂടി ഒരു കവറിലിട്ട് 1,100 രൂപ ഇൻട്രസ്റ്റ് വന്ന് കൊണ്ട് കൊടുത്തു. അങ്ങനെയെങ്കിൽ സിക്ക് കൊടുത്ത എമൗണ്ട് എത്രയെന്നാണ് ചോദ്യം. നമുക്കറിയാം PNR ഡിവൈഡ് ബൈ 100 ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ നോക്കുക, എ കൊടുത്ത എത്രയാണ്, എ കൊടുത്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2,500 ആണ് എ ബിക്ക് കൊടുത്തത്. എന്നാൽ സിക്ക് കൊടുത്തത് എത്രയായിരിക്കും, നമുക്ക് എക്സ് എന്ന് എടുക്കാം. നമ്മൾ എക്സ് എന്ന് പറയുന്നത് എക്സ് ബുദ്ധിമുട്ടായി തോന്നണ്ട, നമ്മളൊരു വാല്യൂ കാണാൻ വേണ്ടിയിട്ടാണ് എക്സ് എടുക്കുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് എക്സ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സ് എന്ന് ബുദ്ധിമുട്ടായിരുന്ന ആളുണ്ടാവും. പക്ഷേ എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എയോ ബിയോ എന്തും എടുക്കാം, ഒരു വാല്യൂ അവിടെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ് എന്ന് എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ
എക്സ് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടണ്ട. നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 7%. രണ്ടാക്കും 7% കൊടുത്ത്. ഇയർ എന്ന് പറയുന്നത് 4 വർഷത്തേക്കാണ് കൊടുത്തത്. PNR ഡിവൈഡ് ബൈ 100 നമ്മൾ കണ്ടു. PNR ഡിവൈഡ് ബൈ 100 പി എന്ന് പറഞ്ഞത് എത്ര? 2500 എയുടെ കേസിൽ ബിക്ക് കൊടുത്തത്. 7% ആണ് 4%. 4 വർഷത്തേക്ക് 4 ഇയറാണ്. 100 പ്ലസ് സി കൊടുത്തത് എക്സ് എമൗണ്ട് ആണ്. ഇൻറ്റു 7 ഇൻറ്റു 4 ആയിരിക്കണം. എത്രയാണ്? 100. അതാണ് എത്ര ഇവിടെ കിട്ടിയ 1120. ചെയ്യാം, നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ 2 0 7 25 ഇൻറ്റു 4 100. 100 ഇൻറ്റു 7 എത്ര? 700 കിട്ടി. പ്ലസ് 7 ഇൻറ്റു 4 28. 28 ഇൻറ്റു എക്സ് 28x ഡിവൈഡ് ബൈ 100. അതാണ് 1120 അല്ലേ? എന്ത് ചെയ്യാം? നമുക്കെന്ത് ചെയ്യാം? ഇവിടെ 28x ഡിവൈഡ് ബൈ 100 എന്ന് പറയുന്നത് ഈ 700 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആയി വരില്ലേ? 1120 നിന്നും 700 പോയി കഴിഞ്ഞാൽ 420. 28x എത്രയായിരിക്കും? 420 ഇൻറ്റു 100 42,000. എക്സ് എത്രയായിരിക്കും? 42,000 ഹരിക്കണം 28. എത്ര നമുക്ക് കിട്ടിയത്? 1500. ഇപ്പോൾ 28 420 എത്ര പ്രാവശ്യമാണ്? 15 പ്രാവശ്യം. അങ്ങനെ നമുക്ക് 1500 കിട്ടി. 2 0 കൂട്ടി 1500 കിട്ടി. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്താൽ നിങ്ങൾക്ക് ക്ലിയർ ആകുന്നതാണ്. ഇനി പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആകുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങൾ ബുദ്ധിമുട്ടുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിഷയത്തിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉൾപ്പെടുത്താം. ഓരോ വീഡിയോയിലും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസുമായിട്ടുള്ള ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ സോൾഡ് അറ്റ് 4% ആൻഡ് 3% പ്രോഫിറ്റ്സ് ഈസ് ₹3. ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദി ആർട്ടിക്കിൾ ഈസ്. ഞാൻ 4%-നും 3%, ഞാൻ ഒരു സാധനം വിറ്റു, 3%-ന് വിറ്റു, അതുപോലെ 4%-നും പ്രോഫിറ്റാണ് പറഞ്ഞത്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 100% ആയിരിക്കും. ഞാനൊരു സാധനം 4% ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ 100% എന്തായിരിക്കും? 104%-നായിരിക്കും വിറ്റിട്ടുണ്ടാകുക. 3% എന്ന് പറഞ്ഞാൽ 103%-നായിരിക്കും. എൻ്റെ കോസ്റ്റിൻ്റെ 3% കൂട്ടിയിട്ടായിരിക്കും ഞാൻ വിറ്റിട്ടുണ്ടാകുക. അപ്പോൾ 3%-ന് വിൽക്കുന്നതും 4%-ന് പ്രോഫിറ്റ് എടുത്ത് വിൽക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 3 അങ്ങനെയെങ്കിൽ എൻ്റെ കോസ്റ്റ് പ്രൈസാണ് ചോദിച്ചത്. ഇവിടെ നോക്കുക, 4% മൈനസ് 3%, അതാണല്ലോ ഈ 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 1%. ആ 1% 3. എൻ്റെ കോസ്റ്റിൻ്റെ 1% എന്ന് പറയുന്നത് 3 എൻ്റെ കോസ്റ്റ് കാണാൻ എന്താ ചെയ്യുക? 3 ആയിരിക്കണം 1. 1% കാണാൻ 3 ആയിരിക്കണം 1. 3 തന്നെയാണ്. ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പോൾ എത്രയാണ് വരുന്നത്? 300. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മാർക്ക് നഷ്ടപ്പെടുത്തരുത്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ടും തമ്മിൽ വ്യത്യാസം കണ്ടു കഴിഞ്ഞ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് 1% കിട്ടും. ഇൻറ്റു നമ്മൾ 100. നമ്മളോട് ചോദിക്കണം, ഞാനിന്ന സാധനം 150 അല്ലെങ്കിൽ എനിക്ക് 50% ലാഭം കിട്ടണമെങ്കിൽ എത്രയ്ക്ക് വിൽക്കണം എന്ന് ചോദിച്ചാൽ എന്താ ചെയ്യുക? ഇവിടെ 100-ന് പകരം 150 കൊടുക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞ് നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എ മാൻ സെൽസ് 2 ആർട്ടിക്കിൾ അറ്റ് ₹99 ഈച്ച്. On one he gains 10% and on the other he loses 10%. What is his gain or loss percentage on whole transaction? ഒരാൾ 2 ആർട്ടിക്കിൾ 2 സാധനങ്ങൾ 99 രൂപക്ക് വിറ്റ്, ഒന്ന് അദ്ദേഹത്തിന് 10% ലാഭം കിട്ടി, ഒന്ന് അദ്ദേഹത്തിന് 10% നഷ്ടവും കിട്ടി. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് മൊത്തം ട്രാൻസാക്ഷനിൽ വരുന്ന ലാഭമോ നഷ്ടമോ അദ്ദേഹത്തിന് വരുന്നത് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് നഷ്ടം ഉണ്ടായിരിക്കുക. അത് എത്രയായിരിക്കും? x² ഡിവൈഡ് ബൈ 100. എക്സ് എന്ന് പറഞ്ഞ ഇവിടെ എന്താണ്? 10 10² ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ എത്രയാണ്? 100 ഡിവൈഡ് ബൈ 100. 1% നഷ്ടമായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുക. അപ്പോൾ പലർക്കും അറിയാം ഇത് എന്താണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എനിക്ക് നഷ്ടം സംഭവിച്ചെന്ന് ഈ 99 എന്ന് പറയുന്നത് എനിക്ക് ഒരു സാധനത്തിന് 100 രൂപ കോസ്റ്റ് ഉണ്ട്, ഒരു സാധനത്തിന് എനിക്ക് 80 രൂപ കോസ്റ്റ് ഉണ്ട്. ഞാൻ എൻ്റെ സാധനം 90 രൂപക്ക് വിൽക്കുകയാണെങ്കിൽ
എനിക്ക് എത്രയായിരിക്കും 90 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ഒന്നിൽ എനിക്ക് ലാഭം കിട്ടും. 80 എന്ന് പറയുന്ന കോസ്റ്റിൽ ഞാൻ വിൽക്കുമ്പോൾ എനിക്ക് കിട്ടുകയാണ് ലാഭം കിട്ടും. എന്നാൽ 100 എൻ്റെ കോസ്റ്റ് ആകുമ്പോൾ ഇവിടെ എത്ര നഷ്ടം വരുന്നത്? 10 രൂപ നഷ്ടമാണ് ഇവിടെ വരുന്നത്, ഇവിടെ 10 രൂപ ലാഭവും വരുന്നത്. അപ്പോൾ അതേ രീതിയിലാണ് പറഞ്ഞത്. നമുക്ക് 99 എന്ന് പറയുമ്പോൾ ഒന്നിൻ്റെ കോസ്റ്റ് നമുക്ക് 99 മുകളിലും മറ്റേതിൻ്റെ കോസ്റ്റ് 99 താഴെയും ആകുന്നത് കൊണ്ടാണ് നമുക്ക് ഒന്നിൽ 10% പ്രോഫിറ്റും മറ്റേതിൽ 10% നഷ്ടവും എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അതിന് 1% നഷ്ടമാണ് എപ്പോഴും ഉണ്ടായിരിക്കുക. അപ്പോൾ എപ്പോൾ ഓർത്തിരുന്നാൽ മതി, എത്ര ശതമാനമാണോ ആ ശതമാനത്തിനനുസരിച്ചായിരിക്കും. ഇപ്പോൾ 40% ആണെങ്കിൽ എക്സിന് പകരം നമ്മൾ 40 എടുക്കണം. ഇപ്പോൾ ഇവിടുത്തെ കേസിലാണ് 1% പറഞ്ഞത്. എപ്പോഴും നഷ്ടമായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഞാൻ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരികയാണ്, നിങ്ങൾ ചെയ്ത് നോക്കുക. പ്രോഫിറ്റ് ലോസ് എന്ന് പറയുന്ന ഭാഗത്തെ ക്വസ്റ്റ്യൻ ആണ്. എ മാൻ ഗെയിൻസ് 20% ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ എ സർട്ടൻ പ്രൈസ്. ഇഫ് ഈ സെൽ ഇറ്റ് അറ്റ് എ ഡബിൾ ദി പ്രൈസ് ദ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് വിൽ ബി. ഒരാളൊരു സാധനം 20% ലാഭത്തിൽ വിൽക്കുകയാണ്. ഇനി അയാൾ വിൽക്കുന്നത് അയാളുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞ് ഡബിൾ ആക്കി വിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും പ്രോഫിറ്റ് ഉണ്ടായിരിക്കുക? ചെയ്ത് നോക്കുക. ഓരോ ക്വസ്റ്റ്യൻസും നോക്കിയതിന് ശേഷം ആൻസർ ചെയ്യുക. വായിച്ച് നോക്കിയതിന് ശേഷം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എ ഡീലർ മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 20% ഈവൻ ആഫ്റ്റർ ഗിവിംഗ് 10% ഡിസ്കൗണ്ട് ഓൺ ദി അഡ്വർടൈസ്ഡ് പ്രൈസ് ഓഫ് എ സ്കൂട്ടർ. ഇഫ് വി മേക്ക് എ പ്രോഫിറ്റ് ഓഫ് ₹7,500 on this sale of the scooter, the advertised price was. ഞാൻ എന്ത് ചെയ്തു? 20% പ്രോഫിറ്റ് കിട്ടി എനിക്കൊരു വിൽപ്പനയിൽ 10% ഡിസ്കൗണ്ട് കൊടുത്തു. ഞാൻ അഡ്വർടൈസ്മെൻറ്റ് പ്രൈസ് കൊടുത്തു, ഒരു സെല്ലിംഗ് പ്രൈസ്. ആ സെല്ലിംഗ് പ്രൈസിൽ ഞാൻ 10% ഡിസ്കൗണ്ട് കൊടുത്തു. അങ്ങനെ വിറ്റപ്പോൾ പോലും എനിക്ക് കിട്ടി 20% ലാഭം കിട്ടി. എനിക്ക് എത്രയാണ് ലാഭം കിട്ടിയത്? 7,500 രൂപയാണ് ലാഭം കിട്ടിയത്. അങ്ങനെയെങ്കിൽ ഞാൻ അഡ്വർടൈസ്മെൻറ്റ് പ്രൈസ്, ഞാൻ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് വെച്ചിരുന്നത്? ഡിസ്കൗണ്ടിന് മുമ്പുള്ള പ്രൈസ് എത്രയാണ് വെച്ചതെന്ന് ചോദിച്ചത്. ചെയ്ത് നോക്കുക. അതിൻ്റെ ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ സെൽ ആൻ ആർട്ടിക്കിൾസ് ടു ബി അറ്റ് എ ഗെയിൻ ഓഫ് 10%. ബി സെൽ ഇറ്റ് ടു സി അറ്റ് എ ഗെയിൻ ഓഫ് 5%. ഇഫ് സി പേസ് ₹462 ഫോർ ഇറ്റ്, വാട്ട് ഡിഡ് എ കോസ്റ്റ് ഓഫ് എ? എ ഒരു സാധനം ബിക്ക് 10% ലാഭത്തിൽ കൊടുത്തു. ബി അത് സിക്ക് 5% ലാഭത്തിൽ കൊടുത്തു. സി അതിന് 462 രൂപ അതിന് എമൗണ്ട് കൊടുത്തു എങ്കിൽ എയുടെ കോസ്റ്റാണ് ചോദിച്ചത്. എക്ക് എത്രയാണ്, എയുടെ വാങ്ങിയ വില എന്ത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിന് ഐഡിയ കിട്ടും. ഐഡിയ കിട്ടാത്തവർക്ക് അപ്പോൾ ചെയ്യുക, മാക്സിമം ശ്രമിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ, നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും നിങ്ങളത് ആൻസർ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ PDF നോട്ട്സുകളും മറ്റ് എല്ലാ ന്യൂസുകൾക്കും ലഭിക്കാൻ വേണ്ടി ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മാക്സിമം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.